പൊതുതെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങുമ്പോഴും വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. അതേസമയം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇടക്കാല ബഡ്ജറ്റിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ പ്രായോഗിക സമീപനമാണ് സ്വീകരിച്ചത്. 3 മാസത്തേക്ക് സർക്കാരിന്റെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുക എന്ന ധനപരമായ ഉത്തരവാദിത്വം മാത്രമേ ഇടക്കാല ബജറ്റിനുള്ളൂ. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് വരാനിരിക്കെ ആ യാഥാർത്ഥ്യവും ധനമന്ത്രി ഉൾക്കൊണ്ടു. വീണ്ടും മോദി സർക്കാർ തന്നെ എന്ന ആത്മവിശ്വാസം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. Every challenge of the pre-2014 era was overcome through our economic management and our governance. These have placed the country on a resolute path of sustained high growth. This has been possible through right policies, true intentions and appropriate decisions. In the full budget in July, Honorable Speaker, our government will present a detailed roadmap for our pursuit of Viksit Bharat. 58 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതിനൊപ്പം ബിജെപിയുടെ നയങ്ങൾ പ്രതിഫലിപ്പിക്കാനും നിർമ്മല സീതാരാമൻ ശ്രദ്ധിച്ചു. രാമക്ഷേത്ര നിർമ്മാണമടക്കം സൂചിപ്പിച്ച പ്രസംഗത്തിന്റെ ഊന്നൽ വ്യക്തം. ആത്മീയ ടൂറിസത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിലും ദിശാസൂചനയുണ്ട്. മാലദ്വീപുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപ് ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെന്ന പ്രഖ്യാപനവും ശ്രദ്ധേയം. 2 കോടി വീടുകൾ, യുവാക്കൾ, വനിതകൾ, കർഷകർ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ എന്നിവയിലെല്ലാം വോട്ടിലേക്കുള്ള നോട്ടം കൂടിയുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസനമെന്ന നയം ഒന്നുകൂടി ഉറപ്പിക്കുന്നതുകൂടിയായി നിർമ്മല സീതാരാമന്റെ 6ാമത് ബജറ്റ്. ധനക്കമ്മി കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനത്തിലും ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുന്നിലുള്ളപ്പോഴും വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളും പദ്ധതി പെരുമഴകളുമില്ലാതെ ഭരണ തുടർച്ചയുടെ പ്രതീക്ഷകളിൽ പൊതിഞ്ഞുള്ളതായി ഈ ഇടക്കാല ബജറ്റ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.